രാവിലെ ഉമ്മച്ചളിക്കുവാ. എന്തായാലും ഇവിടെ നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? ഇപ്പൊ തിയറിയാ ബോറ ബോറ. ചേച്ചിക്ക് പ്രാക്ടിക്കലിനോടാ താല്പര്യം. ALS ആന്റി ലവ് സ്ക്വാഡ് പ്രണയിക്കാൻ അനുവദിക്കില്ല. നമുക്ക് ആരും അവകാശമില്ലട്ടാ. ഇല്ലാന്നാ. സ്വപ്നം കണ്ടു ഉരുണ്ട് പോവുകയും ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിരപരാധിയല്ലേ? എടാ സോറി, ക്ഷമിക്ക് നീ. എടാ നിനക്കൊരു കാര്യം അറിയൂ? എന്ത്? ഞാൻ സ്വപ്നത്തിൽ ജീവിക്കുന്നടാ. ആ ഞാനിപ്പോ മരിച്ചാനെ. അല്ല നീ ഇങ്ങനെ തീക്കണത്? ഞാൻ നേരത്തെ വീണതാ. എന്താടാ എന്താന്ന്? സത്യം പറടാ, നീ ഇലക്ഷൻ തോക്കുന്ന സ്വപ്നം കണ്ട്? അത് നീ എങ്ങനെ അറിഞ്ഞേ? അതൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നീ തോക്കാൻ വേണ്ടി ജനിച്ചതല്ലേ? ഇല്ല മോനെ, ഈ പ്രാവശ്യം ഞാൻ തോക്കൂല. അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ മെനഞ്ഞിട്ടുണ്ട്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. ഓക്കെ? വല്ലേക്കടാ പട്ടി. നീ എന്നടാ കളിക്കുന്നത്? എന്താടാ? ഞാനേ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലേ, അതിനൊരു പെണ്ണ് പ്രേമിക്കുന്നടാ. ഇവനാ? ഇവന്റെ പെണ്ണെങ്ങനെ? അതാ കുഴപ്പം. എന്ത് ഇപ്പം? ഞാനേ ബാക്കേ കണ്ടുള്ളൂ, ഫ്രണ്ട്സ് കണ്ടില്ല. നീ സ്വപ്നമല്ല കണ്ടേ, സിനിമയൊന്നല്ലല്ലോ. ബാക്ക് എങ്ങനെ? വിഷമായി. ഇന്ന് പ്രചരണത്തിന്റെ അവസാന ദിവസം, നമ്മുടെ ശക്തി തെളിയിച്ചേ പറ്റൂ. ഇന്ന് അവളുടെ മുന്നിലേ എനിക്ക് എൻ്റെ പ്രണയത്തിന് ശക്തി തെളിയിക്കണം. എടാ, നിന്നെയൊക്കെ ഒരു പെണ്ണിനെ ഇഷ്ടമുള്ളൂ. എന്നെ കോളേജിലെ മുഴുവൻ പെമ്പിളർക്ക് ഇഷ്ടം. എടാ മണ്ട, ആ ഇഷ്ടല്ലേ ഇഷ്ടം. എടാ, നമ്മുടെ കോളേജിലെ എല്ലാവരും നമുക്ക് സഹോദരി സഹോദരന്മാരാണ്. പിന്നെ ഈ ആണും പെണ്ണും പ്രേമിക്കല് വലിയ ടാസ്ക് ഒന്നുമല്ല. ഒരു ചിരി, 2 കണ്ണിറക്കും, പെണ്ണു ഫ്ലാറ്റ്. നീ ഒന്ന് കണ്ണിറുക്കി നോക്ക്, അപ്പൊ അറിയാതിന് ടഫ്നെസ്. എടാ, നിനക്കൊന്നും നാണമില്ലേ? ഫൈനൽ ഇയറിന് പഠിക്കുന്ന നീയൊക്കെ ഇതുപോലത്തെ വൃത്തികെട്ട പ്രണയം കൊണ്ട് നടക്കുന്നു. വൃത്തികെട്ട പ്രണയം പിന്നെ അല്ലാണ്ട് വെറുതെ അല്ല കോളേജിൽ ALS എന്ന സംഘടന രൂപീകരിച്ച്. അത് ശരിയാ. കാമുകൻ കാമുകിയെ വെട്ടിക്കൊന്നു, കാമുകനും കാമുകിയും ആത്മഹത്യ ചെയ്തു, കാമുകൻ മരിച്ചു, കാമുകി രക്ഷപ്പെട്ടു. അങ്ങനെ എത്ര ദുരന്തങ്ങൾ. അതെ, അപ്പൊ രാഷ്ട്രീയത്തിൽ കൊലപാതകമൊന്നുമില്ലേ? കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിലെ ഒരു പാവപ്പെട്ട കുട്ടിയെ മരിച്ചത്. അതും ശരി. അതൊക്കെ വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. എന്താ ആളെ കൊല്ലെന്താ? അങ്ങനെയാണെങ്കിലേ എന്റെ പ്രണയം അതിനെക്കാട്ടും വലിയ പോരാട്ടമാണ്. മനസ്സിലായ? നിനക്ക് മനസ്സിലായ? ഓ നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രവർത്തകൻ നഷ്ടപ്പെട്ടു. അതിലെല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിന് തുല്യമായ തിരിച്ചടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ വിളിപ്പിച്ചത്. സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ സസ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഓർഡർ ഇടേണ്ടി വരും. ഇലക്ഷനേക്കാൾ വലുതെനിക്ക് വിദ്യാർത്ഥികളുടെ ജീവനാണ്. അതേത് പ്രസ്ഥാനമായാലും ശരി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തരാൻ സാധിക്കുമോ? അങ്ങനെ ഉറപ്പൊന്നും തരാൻ പറ്റില്ല സാറേ. ഉറപ്പ് തരാം സാർ. SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഞാൻ ഉറപ്പുതരാം സാർ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ JP, എനിക്കിതിന് വിശ്വാസമാണ്. ഐ വിഷ് യു എ ഗ്രേറ്റ് സക്സസ്. താങ്ക് യു സാർ. ഞാൻ എഴുതിയിരുന്നു.
ചിരിക്കുന്നാടാ ഓടി നോക്കി ചിരിക്കുന്നു ഒരു കാര്യമില്ല. അതെ ലഞ്ച് ബ്രേക്കിന് കാണേ. ഷഹാന കണ്ട കണ്ട നമ്മളെ കാണുമ്പോൾ പിള്ളേർക്കുള്ളൊരു ബഹുമാനം. അതിന് ഓളോടിയത് നമ്മളായിട്ടൊന്നല്ല. പിന്നെ Hey fella, this Cali Medicina. Hey, comes with the color, homie. Hey, let's fuck around. They been biting for the right in the night. ഇവരെ ഈ പ്രാവശ്യം നേരത്തെ അറിയാം. Side the gas, gonna fuck your life. And the boy, tell him, pick up nalla chadappa. Team is high in frame, the door flipper. God help us, don't Hi, Pooja. ഹായ് ജെ പി. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. എന്താ പുതിയ പരിപാടി? നമ്മൾ ഈ കോളേജ് ഒരു ലവ് ഫ്രീ ക്യാമ്പസ് ആക്കി മാറ്റാനുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ലവ് ഫ്രീ ആയിട്ടാ? കൊള്ളാല. അല്ല അല്ലല്ലോ ഫ്രീ തന്നെ അല്ലേ? മോനെ പ്രണയമില്ലാത്ത ക്യാമ്പസ്, ലവ് ഫ്രീ ക്യാമ്പസ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നം? എന്താ ഉണ്ടായെന്നോ? പ്രണയം നിരസിച്ചതിന് കാമുകൻ കാമുകിയുടെ കൈപ്പത്തി വെട്ടി മാറ്റിയെന്നു. ഇത് ഇന്നത്തെ പത്രം. പ്രണയം നിരസിച്ചതിനെ യുവാവ് പെൺകുട്ടിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന് അങ്ങ് കോട്ടയത്ത്. ഇത് ഇന്നലത്തെ പത്രം. ഇതുപോലെ എത്ര എത്ര ദുരന്തങ്ങളായി നശിച്ച പ്രേമം കാരണം ഓരോ ദിവസം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒരുത്തിനൊരുത്തി കോളേജില് മനസ്സ് മാത്രം പ്രേമിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ മീറ്റിംഗിന് നോട്ടീസ് വാങ്ങൂ. വാങ്ങടോ. കേസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തോണ്ട് നമ്മള് അവർക്ക് വോട്ട് ചെയ്യുന്നില്ല അല്ലേ? ഓഫ് കോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ SFI നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകും. നീ എന്താ പറയുന്നത്? ഓള് വെറും പൂജയല്ല, പൂജ വട്ടാണ്. ALS കുന്തം എടാ, അവരാകപ്പാടെ 10-20 വരെ ഉള്ളൂ. കോളേജ് മൊത്തം ലവേഴ്സും. വിദ്യാർത്ഥികൾ മാത്രമല്ല, പല ടീച്ചേഴ്സ് പോലും ലവേഴ്സാണ്. അതെ, അടുത്ത പ്രാവശ്യം ഓരോ ഇലക്ഷനും കയറി നിൽക്കോ. ആ ബെസ്റ്റ്. എടി കോളേജിലെ ലവേഴ്സ് നമുക്കെതിരെ തിരിഞ്ഞ എപ്പോൾ തോറ്റു എന്ന് ചോദിച്ചാൽ മതി. പിന്നെ വെറുതെ ആണ് കേസുകാർ ഓർക്ക് സപ്പോർട്ട് കൊടുക്കാതിരുത്തേ. അതിന് നേതാവിന് ബുദ്ധിയിലുണ്ടായ നമ്മളെന്ത് ചെയ്യാ? അത് ശരിയാ. മനസ്സുകൊണ്ടാണെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിക്കാത്ത ആണും ആണിനെ പ്രേമിക്കാത്ത പെണ്ണും ഉണ്ടാവില്ല, ഉറപ്പാ. ശരിയോ ഒന്നിരിക്കി സെക്കൻഡ് ബി ഇംഗ്ലീഷിലെ നീലിമേനെ ഭയങ്കര ഇഷ്ടാ. അതിന് ഓള് നോക്കിയിട്ട് ഒന്ന് പോടാ. അതിനൊക്കെ പ്രേമമൊന്നുമില്ല. എനിക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. ജീവിക്കുന്നെങ്കിൽ ഒരു SFI കാരനായിട്ട്, അതല്ല മരിക്കുന്നെങ്കിൽ അതും ഒരു SFI കാരനായിട്ട്. അതാണ് എടാ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ആരും വെറുപ്പിക്കാൻ പാടില്ല. എടാ ALS 10 വോട്ട് കൂടുതൽ കിട്ടിയ നല്ലതല്ലേ? ആ 10 വോട്ടിന് 100 വോട്ട് പോയി കിട്ടും. ഓൻ്റെ ഒരു 10 വോട്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ കോളേജ് യൂണിയൻ ഭരണം KSയുടെ കയ്യിലാണ്. നമ്മുടെ കോളേജിന്റെ ഇന്നത്തെ അധപ്പതനത്തിന് കാരണം മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാതെ KSOക്കാരുടെ ദുർഭരണമാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും പ്രശ്നത്തിന് ഇന്ന് വരെ പരിഹാരം കണ്ടെത്താൻ KSOക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നിങ്ങൾ അവരെ ജയിപ്പിച്ചോണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി നിലയിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ എന്നെ തോൽപ്പിക്കണം എന്നാണ്. തെറ്റിയില്ല സുഹൃത്തുക്കളെ. ഒരുപക്ഷെ ലോകത്ത് ഒരു സ്ഥാനാർത്ഥിയും ഇന്ന് വരെ പറയാൻ ധൈര്യം കാണിക്കാത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എന്നെ തോൽപ്പിക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം കാണരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിച്ചേ മതിയാവും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ SFIയുടെ കരുത്തനായ പ്രവർത്തകൻ സുജിത്ലാൽ കൊല്ലപ്പെട്ടിട്ടും ആത്മസംയമനം പാലിച്ച SFIക്കാരുടെ ഔദാര്യമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ശാന്തിയും സമാധാനവും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി തോൽപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. കൊള്ളാം. എന്റെ പൊന്ന് JP, ഒരു സ്ഥാനാർത്ഥി എപ്പോഴും വിജയത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. തോക്കുമെന്ന് ഉറപ്പാണെങ്കിലും ജയിക്കുമെന്നേ പറയാവൂ. എടാ, കഴിഞ്ഞ തവണ നമ്മൾ എന്താ പറഞ്ഞേ? ജയിപ്പിക്കണം എന്നല്ലേ? എന്നിട്ട് ജയിച്ചോ? ഇല്ല. അതിന്റെ മുന്നിൽ തവണ ഇതന്നെയല്ലേ പറഞ്ഞേ? എന്നിട്ട് ജയിച്ചാ? അതുകൊണ്ട് ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് ചിന്തിപ്പിക്കാം. കുട്ടികൾ കൈയടിച്ചണ്ട. കൈയടിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷെ കൈയടിച്ചാൽ മതി, നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല. എന്നാലേ ഇത്തവണ അങ്ങനെ ആവില്ല. നീ കണ്ടോ? കാണാം. അത് കേസോന്റെ തല കെട്ടിവെച്ച്
നിരപരാധികളായ 4 കേസ് പ്രവർത്തകരാണ് കഴിഞ്ഞ വർഷം ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയത്. അവരുടെ ഭാവി ഇരുട്ടിലായിരിക്കുകയാണ്. ആ കേസിന്റെ അന്വേഷണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അന്ന് നിങ്ങളെല്ലാവരും KSO എന്ന ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കും. ഈ കോളേജിന്റെ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം കേരള സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ആണ്. ആ പുരോഗതി നിങ്ങൾക്ക് തുടർന്ന് വേണ്ട എന്നാണെങ്കിൽ ഈ സുബിൻ മാങ്കുറ്റി എന്ന് തന്നെ നിങ്ങൾ വൻ ഭൂരിപക്ഷത്തോട് തോൽപ്പിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കണ്ട കണ്ട നമ്മൾ അനുകരിക്കുന്നുണ്ട. അപ്പൊ ഏറ്റവും അല്ലേ? പിന്നല്ല പിന്നെ നീ രാവിലെ തന്നെ പോളിസി എടുപ്പിക്കാൻ വന്നതാ? ഞാൻ കരുതി വല്ല ഡൗട്ടും ചോദിക്കാൻ വന്നതാ. പാവങ്ങൾക്ക് എന്ത് ഡൗട്ട് മേഡം? മോനെ, ഇത് പഠിക്കേണ്ട സമയം. പോയി പഠിക്കാൻ നോക്ക്. ഗോ ടു യുവർ ക്ലാസ്. ജോലിയാ മേഡം, ഇതെൻ്റെ ജോലിയാ മേഡം. നാട്ടിലിങ്ങനെ പല ജോലിയും ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ ഇവിടെ വന്നത് കോളേജിൽ പഠിക്കാനുള്ള പൂതി കൊണ്ടാണ്. പഠനത്തിനുള്ള ചെലവ് സ്വയം കണ്ടെത്തി പഠിക്കുന്നവർ ഈ കോളേജിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള എന്നെ മേഡത്തെ പോലുള്ളവരെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. എന്നാലും ഞാൻ തളരില്ല മേഡം. എതിർപ്പിൽ തളർന്നു പോയവരാരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലല്ലോ. ഞാൻ വിജയിക്കാൻ ചെയ്യും. ഇടോ, താനൊരു പോളിസി ചേർക്ക്. ഒരൊപ്പ് ചെറുതായിട്ട് ആടെ മൊത്തം കെട്ടിക്കോ കെട്ടിക്കോ നമ്മൾ പെട്ടെന്ന് വരാം. ഞാൻ വിളിച്ചാലേ ഇറങ്ങി വരുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചത്. ക്ലാസ് എന്നല്ല, വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ വരും. ശരത്തേട്ടനെപ്പം വിളിച്ചാലും ഞാൻ വരും. വരണം. ഞാൻ വിളിച്ചാൽ ശരത്തേട്ടൻ വരുമോ? നീ വിളിച്ചാൽ 113% ഞാൻ വരും. എന്താ 13? 13 ലക്കി നമ്പറാ. പോ ക്ലാസ് പോ. ക്ലാസ് പോലെ പോ. ഊണിന് കാണാൻ കേട്ടോ. ഇത് നീ ആടെ ഒട്ടിച്ചോ? മുദ്രാവാക്യം ഞാൻ വിളിച്ചാലോ? പറഞ്ഞ കേക്കട്ടെ. ഇല്ല ഇല്ല മരിക്കുന്നില്ല. നിർത്ത്. മരിക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും നല്ല ഡിസിപ്ലിൻ ആയിരിക്കണം. പിന്നെ വിളിച്ചിരുന്ന മുദ്രാവാക്യം മാത്രം ഏറ്റു വിളിച്ചാൽ മതി. അവന് തോന്നുന്ന പോലെ വിളിക്കരുത്. നമ്മളെ ശക്തി തെളിയിക്കാനുള്ള അവസാന ചാൻസ് ആണ്. എല്ലാവരും നല്ല പവറിൽ വിളിച്ചോളണം. വിളിച്ചോളൂടാ. എന്താടാ നമ്മളെ ഗിരിയാടെ ശരിയാണല്ലോ. ഗിരി എവിടെ? ഓൻ പാർട്ടി മാറി. ബെസ്റ്റ്. അവനെ കേശവന്റെ ജാഥ കണ്ടിരി. എനിക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. ജീവിക്കുന്നെങ്കിൽ ഒരു SFI കാരനായിട്ട്, അതല്ല മരിക്കുന്നെങ്കിൽ അതും ഒരു SFI കാരനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തോണ്ട് കൂടെ വന്നേ അവൻ. ഇപ്പൊ KSOക്കാർ വല്ല ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? വിട്ടേക്കടാ. വെറുതെ അവനെ നമ്മൾ ഓന്തിരിന്ന് വിളിക്കുന്നത്. എങ്ങനെ വിടാൻ? ഓൻ നമ്മുടെ സ്ഥാനാർത്ഥിയാ. സ്ഥാനാർത്ഥി കാലു മാറിയ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി മുദ്രാക്കി വിളിക്കുന്നത്? ഇപ്പൊ പോകണം അതിന്റെ മോനെ. നമുക്കിനി പ്രചരണത്തിന് മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ. ഈ സമയം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലം. ഒരടി പൊട്ടിയ മാങ്കുറ്റി കയറി അത് മുതലെടുക്കും. പിന്നെ നമ്മൾ തോക്കും, അത് ഉറപ്പാ. നമ്മൾ വിട്ടു. ഞാൻ കുഴപ്പമുണ്ടാക്കൂല. മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ ആക്രമണം. പ്രതിഷേധക്കാരുടെ കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ മുഖ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനാധിപത്യത്തിന് നേരെ നടന്ന ആക്രമണമാണ് കണ്ണൂരിൽ നടന്നതെന്ന് ഇന്നു മുതൽ ഞാൻ അടി ഉറച്ചൊരു KSOക്കാരനായിരിക്കും. അടിയുറപ്പാ. എനിക്ക് നല്ല പേടിയുണ്ടോ കേട്ടോ? അല്ല, കഴിഞ്ഞ കൊല്ലം കേസ് ഒന്ന് മറിച്ചാടുമ്പോൾ എനിക്ക് പേടിയൊന്നും കണ്ടിട്ടില്ലല്ലോ. KSO മാറുന്ന പോലല്ല SFI എന്ന് മാറുന്നത്. പിന്നെ 10 വർഷം DPM MP ആയിരുന്ന AP അബ്ദുള്ളക്ക് വരെ നമ്മളെ പാർട്ടിലോട്ട് ആടി. പിന്നെയല്ലേ നീ? എൻ്റെ മാൻകുട്ടി നേതാക്കന്മാർക്ക് എങ്ങോട്ട് വേണം പോവാ. അതുപോലല്ലേ ഞങ്ങൾ അണികളുടെ കാര്യം. എനിക്ക് അടി ഉറപ്പാ. കൊല്ലാതെ വിട്ടാൽ മതിയേനു. എൻ്റെ പൊന്നുഗിരി, നിനക്കൊരു ധൈര്യത്തിന് വേണ്ടി ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് നമ്മളെ നാട്ടിലെ ധീരനായൊരു ഇടതുപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മൂപ്പര് വലത്തോട്ടി അടി. എന്നിട്ട് കഥ
കഴിഞ്ഞു. ആദ്യത്തടി നിനക്ക്. ഈ ബിരിയാണി മേടിച്ചത് കാല് മാറല്ലേ? ഇനി ഞാൻ കാല് മാറില്ല. ഈ കാലാണ് സത്യം. ഇത്തവണെങ്കിലും ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എന്താ നമുക്ക് പറ്റിയേ? ഇലക്ഷന്റെ തലസ്ഥാടി അത് തന്നെ കാര്യം. അപ്പൊ അതോടെ പ്രശ്നം. എല്ലാ ക്ലാസ്സിലും കയറി എന്നെ തോപ്പിക്കണോ പറഞ്ഞു നടക്കലായിരുന്നോ? ആ പിള്ളേർ തോപ്പിച്ചു. എല്ലാ തവണയും തോറ്റ പോലെ 300-400 വോട്ടിന്റെ വ്യത്യാസം എല്ലാം നമ്മൾ തോറ്റെ. വെറും 20-30 വോട്ടില. വെറും 16 വോട്ടിന്റെ വ്യത്യാസത്തിൽ എന്റെ ചെയർമാൻ സ്ഥാനം പോയെ. വരുന്നുണ്ടോ? ഇപ്പൊ തുടങ്ങും തെറിവിളി. ഇതൊന്നും കേട്ട് ഞാൻ നോക്കിക്കൊന്നില്ല. പിന്നെന്ത് ചെയ്യും? ഞാൻ ചെവി ഒത്തിക്കും. ഒരുത്തനും ഒരുത്തരെയും വിളിക്കൂല. ഹലോ ടീച്ചറെ, നമുക്കൊരാഴ്ചത്തേക്ക് ടൂർ പ്ലാൻ ചെയ്താലോ? എവിടേക്കാ? ഊട്ടിക്കോട്ടാലോ? ഹലോ, നമസ്കാരം. എടക്കാട് പോലീസ് സ്റ്റേഷൻ. സാറേ, ഇത് SN കോളേജിൽ നിന്ന് വിളിക്കുന്നത്. ആ, ഇവിടെ SFIയും KSOയും തമ്മിൽ പടി നടക്കാൻ പോവുകയാണേ. അടി തുടങ്ങിയാ? തുടങ്ങിയില്ല, ഇപ്പൊ തുടങ്ങും. ആ, എന്നാ അടി തുടങ്ങിയിട്ട് വിളിക്ക്. തുടങ്ങിയിട്ട് വിളിക്കാനാ? അടി പൊട്ടിയെടുത്ത് പോകാൻ തന്നെ വണ്ടിയിൽ എണ്ണിയില്ല. എന്നിട്ട് വേണ്ട അടി പൊട്ടുന്നതിന് മുമ്പേ പോവാ. അതെ, അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നാളെ കൊറിയർ അയച്ചു കൊടുത്ത പോലെ. അതൊക്കെ നാണക്കേടാ. അങ്ങനെ 2 മിനിറ്റ് വേണം. കൺഗ്രാജുലേഷൻ. താങ്ക് യു JP. ടീച്ചറെ, ടൂർ ക്യാൻസൽഡ്. അപ്പൊ നമ്മുടെ ഊട്ടി നമുക്കൊരു വൺ ഡേ ട്രിപ്പ് ആക്കിയാലോ? വൺ ഡേ ട്രിപ്പ് വേണ്ട, ഒരു മണ്ണാൻ കെട്ടിയും വേണ്ട. ഓ, ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, SN കോളേജിൽ നിന്നാ. എന്താ അടി പൊട്ടിയാ? അടി തുടങ്ങിയിട്ടില്ല സാറേ, അതുകൊണ്ട് പുറപ്പെടണ്ട. ആ, അതാ ഞാൻ പറഞ്ഞത് അടി പൊട്ടിയിട്ട് വിളിക്കാൻ. 500 രൂപ എണ്ണ ലാഭമായി. അത്ര തന്നെ. JP, എൻ്റെ ഇത്രയും വർഷത്തെ സർവീസിനിടയിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഭയാനകമായൊരു അന്തരീക്ഷമാണ് ഞാനിവിടെ പ്രതീക്ഷിച്ചത്. പക്ഷെ താൻ മാറ്റിക്കളഞ്ഞിടൂ. തന്നെപ്പോലുള്ളവരാണ് എല്ലാ സംഘടനയുടെ മുന്നിൽ നിൽക്കേണ്ടത്. താൻ തോറ്റതിൽ എനിക്ക് വ്യക്തിപരമായി ദുഃഖമുണ്ട്. പക്ഷെ തൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് അത് തനിക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യും. തോറ്റുന്ന ആറേജും പറഞ്ഞിട്ട് തോപ്പിച്ചൊരു മാല ഇട്ട് കൊടുത്തിരിക്കുന്നു. അടിപൊളി എന്നടാ. എടാ, നിനക്ക് ഓണ്ട അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോം വിളിച്ച് കൺഗ്രാറ്റ്സ് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതെന്തായാലും മോശമായി പോയി. അത് ശരിയാ, നമ്മുടെ സുജിത് ലാലിനെ കൊന്നവരാണെന്നെങ്കിൽ നീ ഓർക്കണായിരുന്നു. ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എപ്പം നോക്കിയാലും അടിയും പിടിയും കൊലപാതകവും. സുജിത് ലാലിന് പകരം ചോദിക്കണം. അപ്പുറത്തൊരുത്തം വേണം. അപ്പോഴേ നീ ഈ പറഞ്ഞ സമാധാനം കറക്റ്റാവും. എന്നോടുള്ള
പിള്ളവാശിക്കാണ് മാൻകുട്ടിയുടെ കഴുത്തിൽ മാലിട്ട് കൊടുത്തത്. ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയാവാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്. ഓന് മാത്രമേ കോളേജിൽ ഇമേജ് ഉള്ളത്രേ. അങ്ങനെ ഓ മാത്രം ഷൈൻ ചെയ്യണ്ട. മാങ്കുട്ടിനെ നമ്മളെ പിള്ളേർ നാളെ വിട്ടു. അതിൻ്റെ പുറകിൽ ജയിപ്പിയാണെന്ന് ഞാൻ വരുത്തി തീർക്കും. ഓൻ്റെ മാലിടലും സ്നേഹപ്രകടനമൊക്കെ എല്ലാം ഉടയപ്പോൾ ഞാൻ വരുത്തും. അടുത്ത വട്ടെങ്കിലും എനക്ക് ചെയർമാനാവണം. ആ എന്താടാ വിച്ചു? മനു എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓനാ മാങ്കുട്ടിനെ കോളേജിലോട്ട് വെട്ടുന്ന കേട്ടത്. കോളേജിൽ ആളും ഇറങ്ങിയിട്ടുണ്ട്. ഓനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പെടും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ നീ എങ്ങനെ അറിഞ്ഞത്? എടാ അതല്ല ഞാൻ പറയാം. ഇത് എനിക്കൊരു കോള് വരുന്നത്, നീ വെച്ചേ. ആ ശരി. എന്താടാ ജെ പി? എടാ സുബിനെ നീ പേടിയാ? ഒരു ചായ കുടിക്കാൻ വന്നാ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താടാ? എടാ നമ്മുടെ സുയിത്ലാലിന് പകരം നിന്നെ കൊല്ലാൻ മനു പ്ലാൻ ചെയ്യുന്നുണ്ട്. സംഘടന തീരുമാനമല്ല, ആരൊക്കെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസത്തേക്ക് നീ കോളേജിൽ വരണ്ട, മനസ്സിലായോ? ഓക്കേടാ. ജെ പി പോലീസ്. എന്താ സാറേ പ്രശ്നം? ഓനെന്തിനാ അറസ്റ്റ് ചെയ്തേ? ഇവനാണ് കോളേജ് ചെയർമാൻ സുബിൻ മാങ്കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത്. ആയുധങ്ങളായിട്ടാണ് പിടികൂടിയത്. ഇവനെ കൊണ്ടുപോയേ പറ്റൂ. അത് മാങ്കുട്ടിനെ കൊല്ലാനെന്ന് സാറെങ്ങനെ ഉറപ്പിച്ചേ? തെളിവുണ്ടോ? ഓനെ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കൂല സാറേ. തെളിവാ സാറാടാ? ഞാൻ പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. എടാ നമ്മുടെ സുയിത്ലാലിന് പകരം നിന്നെ കൊല്ലാൻ മനു പ്ലാൻ ചെയ്യുന്നുണ്ട്. സംഘടന തീരുമാനമല്ല, ആരൊക്കെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസത്തേക്ക് നീ കോളേജിൽ വരണ്ട, മനസ്സിലായോ? ഇനി കൊണ്ടുപോകലല്ലേ? ഒരു മാസം കളിക്കാൻ അടിച്ച് കൊല്ലടാ ഈ ചേട്ടനെ. ഷംസീറ, ഈ നാറിയനി മുതൽ SFI ഉണ്ടാവരുത്. വേണ്ട, ഇവൻ മാത്രമല്ല മനുവേനി ഉണ്ടാവില്ല. ഇവർ രണ്ടുപേരും ചെയ്ത് സംഘടന വിരുദ്ധമാണ്. ഇനി സംഘടന തീരുമാനിക്കട്ടെ എന്താന്ന്. ഇപ്പൊ എല്ലാവരും പിരിഞ്ഞു പോണം. സോറി ജി പി, എനിക്ക് വേറെ വഴിയുണ്ടായിട്ടില്ല. പിന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ. പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരും നിന്നെ പോലെ തന്തക്ക് പറക്കാത്തവരല്ല. പോടാ നായിൻ്റെ